അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പത്തുകളായിട്ട് നമുക്ക് തരംതിരിച്ചു. ഒന്നാമത്തത് റഹ്മത്തിന്റെ 10, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തത് ഇത്ഖും മിനന്നാറിന്റെ 10. ഇനി ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് വളരെയേറെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന ഒന്നാണ്. വിശ്വാസികൾ മാത്രമല്ല, ഇതര മതവിശ്വാസികൾ പോലും റമളാനു ഷരീഫിനെ ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് കണ്ടുവരുന്നത്. എന്നാൽ ചില സഹോദരങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ അവരുടേതായ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ വലിയ റീച്ചുകൾ കിട്ടുന്നതിന് വേണ്ടി വളരെ മോശം രീതിയിൽ, തരം താഴ്ത്തുന്ന രീതിയിൽ, നിസാരമാക്കുന്ന രീതിയിൽ പരിശുദ്ധ റമളാനിൻ്റെ ചില കണ്ടന്റുകൾ അവർ അപ്ലോഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കൂട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ വ്യൂവേഴ്സിന്റെ മുന്നിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി. ഒന്നൊരൽപ്പം ചിന്തിക്കുക. വിശ്വാസികളും ഇതര മതവിശ്വാസികൾ പോലും ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ റമളാനിനോടുള്ള ആ ഒരു ബഹുമാനം അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വളരെ ഖേദകരം, വളരെ വിഷമമുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചില സഹോദരന്മാർ ചെയ്യുമ്പോൾ. ഇവിടെയാണ് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു ചരിത്രം. നുസ്ഹത്തുൽ മജാലിസ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. ഒരു മജൂസിയായ മനുഷ്യൻ തൻ്റെ മകൻ നാട്ടിലുള്ള ഒരു തെരുവിൽ വെച്ച് റമളാൻ മാസത്തിൽ പരസ്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവം. ആ ഭക്ഷണം കഴിക്കുന്നത് കണ്ട ആ കുട്ടിയുടെ രക്ഷിതാവ് മകൻ പരസ്യമായി റമളാൻ മാസം ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ആ മകനെ വിളിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് തടയുകയും അതിൽ നിന്ന് ശാസിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞത്, മോനെ, പരസ്യമായി ഭക്ഷണം കഴിക്കരുത്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അയൽവാസികളും നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അവർ നോമ്പ് പിടിച്ചിരിക്കുകയാണ്, അവര് റമളാനിന്റെ വ്രതമനുഷ്ഠിച്ചിരിക്കുകയാണ്. അവരൊക്കെയും പകല് സമയം ഭക്ഷണപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മാസത്തെ ബഹുമാനിച്ചിട്ട് നിൽക്കുമ്പോ അതിന്റെ ബഹുമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ പരസ്യമായി ഭക്ഷണം ഭക്ഷിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള സൂഫി വര്യനായ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് ഈ മജൂസിയായ മനുഷ്യനെ. ആ മനുഷ്യന്റെ മരണാനന്തരം ആ മനുഷ്യനിക്ക് വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്നതായിട്ട്. അങ്ങനെ ആ സഹോദരനോട് സ്വപ്നത്തിൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനത്തിലേക്ക് എത്തിയത്? അപ്പൊ പറഞ്ഞത്, എൻ്റെ മകൻ ഒരു റമളാൻ മാസത്തിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. റമളാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് മോൻ പരസ്യമായി ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ എൻ്റെ മകനെ ഉപദേശിച്ചു. എൻ്റെ മകൻ പരസ്യമായി ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ അവനെ ശിക്ഷിച്ചു. എന്നാൽ അതിൻ്റെ പകരമായിട്ട് എൻ്റെ മരണസമയം എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചു. അതിന് കാരണമായിട്ടാണ് എനിക്ക് നീ ഒരു സ്ഥാനം ലഭിച്ചത്. അപ്പൊ റമളാൻ മാസത്തെ ബഹുമാനിച്ചതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് കാണിക്കുന്ന ചരിത്രം. ഇവിടെ റമളാനിനെ കുറിച്ച് അറിയുന്ന പല സഹോദരങ്ങളും റമളാനിന്റെ മഹത്വം അറിഞ്ഞിട്ടും അതിനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുന്ന, റമളാൻ എന്ന് പറയുന്ന, നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നോമ്പ് തുറക്കാൻ ചാക്കെടുത്തും മറ്റുള്ള വലിയ വലിയ പാത്രങ്ങൾ എടുത്തൊക്കെ പോകുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സഹോദരങ്ങളും ചിന്തിക്കുക. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് റമളാൻ, എന്താണ് റമളാൻ എന്നാണ് അതിൻ്റെ ഗൗരവം
എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മതത്തെയും, ഒരു മതത്തിന്റെ ആചാരത്തെയും, ഒരു മതത്തിന്റെ ആരാധനകളെയും നിങ്ങൾ നിസാരപ്പെടുത്തരുത്, നിങ്ങൾ അതിനെയൊന്നും കളിയാക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഖൈറു ഉമ്മ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.